നമസ്കാരം, എല്ലാവർക്കും ഹാബിറ്റസ് പീഡിയയുടെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ എക്സാമിനെ പറ്റിയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് പറയാനാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനലൊന്ന് ചെക്കൗട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് പരിഗണിക്കുക. അതുപോലെ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട് താഴെ കൊടുത്തിട്ടുള്ള ആ ബെൽ ഐക്കൺ കൂടെ ഒന്ന് അമർത്തുക കേട്ടോ. അപ്പം എന്നാൽ വീഡിയോയിലേക്ക് കടക്കാം. അപ്പം കൺഫർമേഷൻ വന്ന കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ? എക്സാമിന്റെ കൺഫർമേഷന്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ജൂലൈ 12-ാം തീയതിയാണ്. അപ്പം അതിന് മുമ്പായിട്ട് എല്ലാവരും കൺഫർമേഷൻ കൊടുക്കാൻ മറക്കാതിരിക്കുക കേട്ടോ. ഇനി എക്സാം നടക്കാൻ പോകുന്നത് സെപ്റ്റംബർ 19-ാം തീയതി ശനിയാഴ്ചയാണ്. പിന്നെ അതിന്റെ അഡ്മിറ്റ് കാർഡ് അവൈലബിൾ ആവുന്നത് സെപ്റ്റംബർ 5-ാം തീയതി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഡേറ്റ്സ് ഒന്ന് ഓർത്തിരിക്കുക. പരീക്ഷാ സമയം, പരീക്ഷയ്ക്ക് 1 മണിക്കൂറും 30 മിനിറ്റുമാണ് നമുക്ക് സമയം അനുവദിച്ച് തന്നിട്ടുള്ളത്. നമുക്കിതിന്റെ സിലബസും കൂടെ, ഡീറ്റെയിൽഡ് സിലബസും കൂടെ ഒന്ന് നോക്കാം. അപ്പം ടോട്ടൽ നമുക്ക് 100 മാർക്കിനാണ് എക്സാം വരുന്നത്. അതിൽ GK എന്നുള്ള ആ ഒരു കാറ്റഗറിയിൽ നമുക്ക് 50 മാർക്ക് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ആനുകാലിക വിഷയങ്ങൾക്ക് 20 മാർക്ക്, ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും 10 മാർക്ക്, ജനറൽ ഇംഗ്ലീഷിന് 10 മാർക്ക്, പ്രാദേശിക ഭാഷകൾ നമുക്ക് മലയാളമായിരിക്കും, അപ്പം അതിന് 10 മാർക്ക്. അപ്പോൾ ഇതിൽ GKക്ക് എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളതും കൂടെ നമുക്കൊന്ന് നോക്കാം. ചരിത്രം, അതിൽ കേരള, ഇന്ത്യ, വേൾഡ് ഹിസ്റ്ററി വരുന്നുണ്ട്, അതിന് 5 മാർക്ക്. ഭൂമിശാസ്ത്രം 5 മാർക്ക്. ധനതത്വശാസ്ത്രം ഇക്കണോമിക്സിന് 5 മാർക്ക്. ഇന്ത്യൻ ഭരണഘടന 5 മാർക്ക്. കേരളം, ഭരണവും ഭരണ സംവിധാനങ്ങളും 5 മാർക്ക്. ജീവശാസ്ത്രം, പൊതുജനാരോഗ്യം അതിന് 6 മാർക്കാണ്. ഭൗതിക ശാസ്ത്രത്തിന് 3 മാർക്കും രസതന്ത്രത്തിന് 3 മാർക്കും ഉണ്ട്. പിന്നെ കലാ, കായികം, സാഹിത്യം, സംസ്കാരം അതിന് 5 മാർക്കാണ് വരുന്നത്. കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ അതിന് 3 മാർക്കും സുപ്രധാന നിയമങ്ങൾ അതിന് 5 മാർക്കുമാണ് വരുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ഇനി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ഡിസ്കഷനിലേക്ക് പോകുമ്പം ചരിത്രം നമുക്കറിയാം 5 മാർക്കിനാണ്, പക്ഷെ ഒരുപാട് പഠിക്കാനുണ്ട് അല്ലെ? കേരളം, ഇന്ത്യ, ലോകം എന്നിങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ കേരളം എന്ന് പറയുന്ന ഭാഗത്ത് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? യൂറോപ്യന്മാരുടെ വരവ്, യൂറോപ്യന്മാരുടെ സംഭാവന, മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിര തിരുനാൾ വരെ തിരുവിതാംകൂറിന്റെ ചരിത്രം, സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ, കേരള ചരിത്രത്തിന്റെ സാഹിത്യ സ്രോതസ്സുകൾ, ഐക്യ കേരള പ്രസ്ഥാനം, 1956 ശേഷമുള്ള കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം. അപ്പൊ നമ്മള് ഇതിനു മുമ്പും കുറച്ച് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ നമുക്ക് മനസ്സിലാവും അല്ലെ? 10th പ്രിലിംസിനും അതുപോലെ തന്നെ ഡിഗ്രി പ്രിലിംസിനൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്ത ഏരിയയിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. അത് നല്ലപോലെ ഒന്ന് റിവൈസ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. ഇനി അതുപോലെ ഇന്ത്യ, അതിലെന്താണ്? രാഷ്ട്രീയ ചരിത്രം, ബ്രിട്ടീഷ് ആധിപത്യം, 1-ാം സ്വാതന്ത്ര്യ സമരം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം, സ്വദേശി പ്രസ്ഥാനം, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, വർത്തമാന പത്രങ്ങൾ, സ്വാതന്ത്ര്യ സമര ചരിത്രകാലത്തെ സാഹിത്യവും കലയും, സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയും, ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം, സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന, ശാസ്ത്ര വിദ്യാഭ്യാസ സാങ്കേതിക മേഖലയിലെ പുരോഗതി, വിദേശ നയം. ഇനി ലോക ചരിത്രത്തിലേക്ക് വരുമ്പോൾ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം, 2-ാം ലോക മഹായുദ്ധാനന്തര രാഷ്ട്രീയ ചരിത്രം, ഐക്യരാഷ്ട്ര സംഘടന, മറ്റ് അന്താരാഷ്ട്ര സംഘടനകൾ. ഇനി ഭൂമിശാസ്ത്രത്തിലേക്ക് വരുമ്പം അതും 5 മാർക്കിനാണ്. ഭൂമിശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ, ഭൂമിയുടെ ഘടന, അന്തരീക്ഷം, പാറകൾ, ഭൗമോപരിതലം, അന്തരീക്ഷമർദ്ദവും കാറ്റും, താപനിലയും ഋതുക്കളും, ആഗോള പ്രശ്നങ്ങൾ, ആഗോള താപനം, വിവിധ തരം മലിനീകരണങ്ങൾ, മാപ്പുകൾ, ടോപ്പോഗ്രാഫിക് മാപ്പുകൾ, അടയാളങ്ങൾ, വിദൂര സംവേദനം, ഭൂമിശാസ്ത്രപരമായ വിവര സംവിധാനം, മഹാസമുദ്രങ്ങൾ, സമുദ്രചലനങ്ങൾ, ഭൂഖണ്ഡങ്ങൾ, ലോകരാഷ്ട്രങ്ങളും അവയുടെ സവിശേഷതകളും. ഇനി അതുപോലെ തന്നെ ഇന്ത്യ ചരിത്രം, കേരള ചരിത്രം സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാനുണ്ട്. അതില് ഇന്ത്യ, ഭൂപ്രകൃതി, സംസ്ഥാനങ്ങൾ, അവയുടെ സവിശേഷതകൾ, ഉത്തരപർവ്വത മേഖല, നദികൾ, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരദേശം, കാലാവസ്ഥ, സ്വാഭാവിക സസ്യപ്രകൃതി, കൃഷി, ധാതുക്കളും വ്യവസായവും, ഊർജ സ്രോതസ്സുകൾ, റോഡ്, ജല, റെയിൽവേ, വ്യോമഗതാഗത സംവിധാനങ്ങൾ. ഇനി കേരളം വരുമ്പം ഭൂപ്രകൃതി, ജില്ലകൾ, സവിശേഷതകൾ, നദികൾ, കാലാവസ്ഥ, സ്വാഭാവിക സസ്യപ്രകൃതി, വന്യജീവി, കൃഷിയും ഗവേഷണ സ്ഥാപനങ്ങളും, ധാതുക്കളും വ്യവസായവും, ഊർജ സ്രോതസ്സുകൾ,
റോഡ്, ജല, റെയിൽ, വ്യോമ ഗതാഗത സംവിധാനങ്ങൾ. അപ്പൊ ഇതൊക്കെ പഠിക്കുമ്പോഴാണെങ്കിലും ബേസിക് സോഴ്സ് SCERT ആണ്. പിന്നെ ഇപ്പം NCERT നിന്നും ചോദ്യം വരുന്ന ഒരു ട്രെൻഡ് കാണുന്നുണ്ട്. അപ്പൊ 10th ലെവൽ NCERT കൂടെ ഒന്ന് റെഫർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ. ഇനി എക്കണോമിക്സ്, ധനതത്വശാസ്ത്രം. അതിൽ ഇന്ത്യ ആണ് ബേസിക്കലി നമുക്ക്, ഇന്ത്യയിലെ എക്കണോമിക്സ് ആണ് ബേസിക്കലി നമുക്ക് നോക്കാനുള്ളത്. സാമ്പത്തിക രംഗം, പഞ്ചവത്സര പദ്ധതികൾ, പ്ലാനിംഗ് കമ്മീഷനുകൾ, നീതി ആയോഗ്, നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, കാർഷിക വിളകൾ, ധാതുക്കൾ, ഹരിത വിപ്ലവം. ഇനി ഇന്ത്യൻ ഭരണഘടന 5 മാർക്കിന് വരുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഭരണഘടനാ നിർമ്മാണ സമിതി, ആമുഖം, പൗരത്വം, മൗലിക അവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കടമകൾ, ഗവൺമെന്റിന്റെ ഘടകങ്ങൾ, പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ. അവരെടുത്തു പറഞ്ഞിട്ടുണ്ട് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് 42ാം ഭേദഗതി അല്ലെ. അതുപോലെ തന്നെ 44ാം ഭേദഗതി, 52ാം ഭേദഗതി, 73, 74, 86, 91 എന്നീ ഭേദഗതികൾ പ്രത്യേകം പഠിച്ചു പോവാ കേട്ടോ. ഇനി പഞ്ചായത്തി രാജ്, ഭരണഘടനാ സ്ഥാപനങ്ങളും അവയുടെ ചുമതലകളും, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. ഇനി കേരളം, ഭരണവും ഭരണ സംവിധാനങ്ങളും 5 മാർക്കിന് തന്നെ. കേരളം സംസ്ഥാന സിവിൽ സർവീസ്, ഭരണഘടനാ സ്ഥാപനങ്ങൾ, വിവിധ കമ്മീഷനുകൾ, സാമൂഹിക സാമ്പത്തിക വാണിജ്യ ആസൂത്രണ അടിസ്ഥാന വിവരങ്ങൾ, ദുരന്ത നിവാരണ അതോറിറ്റി, തണ്ണീർത്തട സംരക്ഷണം, തൊഴിലും ജോലിയും, ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികൾ, ഭൂപരിഷ്കരണങ്ങൾ, സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്ന പൗരന്മാർ എന്നിവരുടെ സംരക്ഷണം, സാമൂഹ്യക്ഷേമം, സാമൂഹ്യ സുരക്ഷിതത്വം. ഇനി ജീവശാസ്ത്രവും പൊതുജനാരോഗ്യത്തിൽ എന്തൊക്കെ വരുന്നുണ്ടെന്ന് നോക്കാം. മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ്, ജീവകങ്ങളും ധാതുക്കളും അവയുടെ അപര്യാപ്തത രോഗങ്ങളും, സാംക്രമിക രോഗങ്ങളും രോഗകാരികളും, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ, അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും. ഇനി ഭൗതിക ശാസ്ത്രത്തിന്റെ ശാഖകൾ, ദ്രവ്യം, യൂണിറ്റ്, അളവുകളും തോതും. ചലനം, ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ, 3ാം ചലന നിയമം, ആക്കം, പ്രൊജക്ടൈൽ മോഷൻ, 3ാം ചലന നിയമം ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ, ISROയുടെ ബഹിരാകാശ നേട്ടങ്ങൾ. ഇനി പ്രകാശം എന്ന് പറയുന്ന യൂണിറ്റിൽ ലെൻസ്, ദർപ്പണം, R=2F എന്ന സമവാക്യം ഉപയോഗപ്പെടുത്തിയുള്ള ഗണിത പ്രശ്നങ്ങൾ, പ്രകാശത്തിന്റെ വിവിധ പ്രതിഭാസങ്ങൾ, മഴവില്ല്, വസ്തുക്കളുടെ വിവിധ വർണ്ണങ്ങൾ, ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. അപ്പം അവിടെ IR റേസ്, UV റേസ്, എക്സ് റേസ്, ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. അപ്പൊ IR എന്ന് പറഞ്ഞാൽ ഇൻഫ്രാറെഡ് റേസ് കേട്ടോ. അതുപോലെ അൾട്രാ വയലറ്റ് റേസ്, അതിനെയൊക്കെയാണ് പറയുന്നത്. ഇനി ശബ്ദം, വിവിധ തരം തരംഗങ്ങൾ, വ്യത്യസ്ത മാധ്യമങ്ങളിൽ പ്രകാശത്തിന്റെ പ്രവേഗം, അനുരണനം, ആവർത്തന പ്രതിപതനം. ഇനി ബലം, വിവിധ തരം ബലങ്ങൾ, ഘർഷണം, ഘർഷണത്തിന്റെ ഉപയോഗങ്ങളും ദോഷങ്ങളും, ദ്രാവകമർദ്ദം, പ്ലവക്ഷമ ബലം, ആർക്കമിഡീസ് തത്വം, പാസ്കൽ നിയമം, സാന്ദ്രത, ആപേക്ഷിക സാന്ദ്രത, അഡ്ഹീഷൻ കുഹിഷൻ ബലങ്ങൾ, കേശിക ഉയർച്ച, വിസ്കസ് ബലം, പ്രതല ബലം. ഇനി ഗുരുത്വാകർഷണം, അഭികേന്ദ്ര ബലം, അപകേന്ദ്ര ബലം, ഉപഗ്രഹങ്ങൾ, പലായന പ്രവേഗം, പിണ്ഡവും ഭാരവും, ജിയുടെ മൂല്യം, ഭൂമിയുടെ വിവിധ സ്ഥലങ്ങളിൽ ജിയുടെ മൂല്യം, താപം, താപനില, വിവിധതരം തെർമോമീറ്ററുകൾ, ആർദ്രത, ആപേക്ഷിക ആർദ്രത. ഇനി പ്രവൃത്തിയിൽ ഊർജം, പവർ, ഗണിത പ്രശ്നങ്ങൾ, ഉത്തോലകങ്ങൾ, വിവിധ തരം ഉത്തോലകങ്ങൾ. അപ്പൊ ഇതില് ഇപ്പം ഇംഗ്ലീഷ് മീഡിയം പഠിച്ച ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ മലയാളത്തിലെ ഈ ടേംസ് ഒക്കെ കാണുമ്പോൾ ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലെ, എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഈ സിലബസിന്റെ ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കുക. എന്നിട്ട് ഈ ഫിസിക്സിലും അതുപോലെ കെമിസ്ട്രിയിലൊക്കെ വരുമ്പം ഈ മലയാളം ടേംസിന്റെ മുകളിൽ അതിന്റെ ഇംഗ്ലീഷ് പദങ്ങളൊന്നും കണ്ടുപിടിച്ച് എഴുതി വെക്കുക. അപ്പൊ നിങ്ങൾക്കാണെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കിട്ടുന്നില്ലെങ്കിൽ ഈ സിലബസ് ഒന്ന് എടുത്ത് നോക്കിയാൽ അതങ്ങനെ ഫെമിലിയർ ആയിട്ട് വരും. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പം പെട്ടെന്ന് ആ ഒരു നമുക്കിത് എന്ത് സാധനം എന്നുള്ള ആ ഒരു സംഭവം മാറിക്കിട്ടും. അപ്പൊ അതുകൊണ്ട് പറ്റുവാണെങ്കിൽ ഈ സിലബസിലുള്ള ഈ ടേംസ് ഒക്കെ എടുത്ത് എഴുതി, അല്ലെങ്കിൽ ഈ ഒരു സിലബസ് പ്രിന്റ് ഔട്ട് എടുക്കുക. എന്നിട്ട് ഇതിൽ കാണുന്ന മലയാളം പദങ്ങളുടെ മുകളിൽ ഇതിന്റെയൊക്കെ ഇംഗ്ലീഷ് കണ്ടുപിടിച്ചിട്ടൊന്ന് എഴുതി വെക്കുക. പഠിക്കുന്നതിനനുസരിച്ച് ഇതൊന്നു ഇടയ്ക്ക് വായിച്ചു പോവുക. അപ്പൊ ആ ഒരു ഫെമിലിയാരിറ്റി കിട്ടുക കേട്ടോ. ഇനി രസതന്ത്രം, അതിൽ ആറ്റം, തന്മാത്ര, ദ്രവ്യത്തിന്റെ വിവിധ അവസ്ഥകൾ, രൂപാന്തരത്വം, വാതക നിയമങ്ങൾ, അക്വാറീജിയ. മൂലകങ്ങൾ, ആവർത്തന പട്ടിക, ലോഹങ്ങളും അലോഹങ്ങളും, രാസഭൗതിക മാറ്റങ്ങൾ, രാസപ്രവർത്തനങ്ങൾ, ലായനികൾ, മിശ്രിതങ്ങൾ, സംയുക്തങ്ങൾ. ഇനി ലോഹങ്ങൾ, അലോഹങ്ങൾ, ലോഹസങ്കരങ്ങൾ, ആസിഡും ആൽക്കലിയും, pH മൂല്യം, ആൽക്കലോയിഡുകൾ. ഇനി കലാ, കായികം, സാഹിത്യം, സംസ്കാരം,
അതിൽ വരുമ്പോൾ കലയില് കേരളത്തിലെ പ്രധാന ദൃശ്യശ്രാവ്യ കലകൾ, ഇവയുടെ ഉദ്ഭവം, വ്യാപനം, പരിശീലനം എന്നിവ കൊണ്ട് പ്രശസ്തമായ സ്ഥലങ്ങൾ, പ്രശസ്തമായ സ്ഥാപനങ്ങൾ, പ്രശസ്തരായ വ്യക്തികൾ, പ്രശസ്തരായ കലാകാരന്മാർ, പ്രശസ്തരായ എഴുത്തുകാർ. ഇനി കായികം വരുമ്പം കായിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും പ്രധാന കായിക താരങ്ങൾ, അവരുടെ കായിക ഇനങ്ങൾ, അവരുടെ നേട്ടങ്ങൾ, അവർക്ക് ലഭിച്ചിട്ടുള്ള ബഹുമതികൾ. പ്രധാന അവാർഡുകൾ, അവാർഡ് ജേതാക്കൾ, ഓരോ അവാർഡും ഏതു മേഖലയിലെ പ്രകടനത്തിനാണ് നൽകുന്നത് എന്ന അറിവ്. പ്രധാന ട്രോഫികൾ, ബന്ധപ്പെട്ട മത്സരങ്ങൾ, കായിക ഇനങ്ങൾ. പ്രധാന കായിക ഇനങ്ങൾ, പങ്കെടുക്കുന്ന കളിക്കാരുടെ എണ്ണം, കളികളുമായി ബന്ധപ്പെട്ട പ്രധാന പദങ്ങൾ. പിന്നെ ഒളിമ്പിക്സിൽ വരുമ്പം അടിസ്ഥാന വിവരങ്ങൾ, പ്രധാന വേദികൾ, രാജ്യങ്ങൾ, പ്രശസ്തമായ വിജയങ്ങൾ, കായിക താരങ്ങൾ. ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ, വിന്റർ ഒളിമ്പിക്സ്, പാരാ ഒളിമ്പിക്സ്. ഇനി അത് കഴിഞ്ഞാൽ ഏഷ്യൻ ഗെയിംസ്, ആഫ്രോ ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ്, സാഫ് ഗെയിംസ് തുടങ്ങിയ കായിക മേളകളുടെ വേദികൾ, രാജ്യങ്ങൾ, ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനം, ഇതര വസ്തുതകൾ തുടങ്ങിയവയാണ് നോക്കാനുള്ളത്. പിന്നെ നാഷണൽ ഗെയിംസ്, ദേശീയ ഗെയിംസും, ഗെയിംസ് ഇനങ്ങൾ, മത്സരങ്ങൾ, താരങ്ങൾ, നേട്ടങ്ങൾ. അത് കഴിഞ്ഞ് ഓരോ രാജ്യത്തിന്റെയും ദേശീയ കായിക ഇനങ്ങൾ, വിനോദങ്ങൾ തുടങ്ങിയവ പഠിക്കാനുണ്ട്. അപ്പം നല്ല വാസ്റ്റ് ആണ് കായികം എന്ന് പറയുന്ന ഒരു മേഖല. അതുപോലെ ഇനി സാഹിത്യത്തിൽ എന്താണുള്ളതെന്ന് നോക്കാം. മലയാളത്തിലെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങൾ, ആദ്യ കൃതികൾ, കർത്താക്കൾ. ഓരോ പ്രസ്ഥാനത്തിലെയും പ്രധാന കൃതികൾ, അവയുടെ കർത്താക്കൾ. എഴുത്തുകാർ, തൂലികാനാമങ്ങൾ, അപരനാമങ്ങൾ. കഥാപാത്രങ്ങൾ, കൃതികൾ. പ്രശസ്തമായ വരികൾ, കൃതികൾ, എഴുത്തുകാർ. മലയാള പത്രപ്രവർത്തനത്തിന്റെ ആരംഭം, തുടക്കം കുറിച്ചവർ, ആനുകാലികങ്ങൾ. പ്രധാനപ്പെട്ട അവാർഡുകൾ, ബഹുമതികൾ, അവാർഡിന് അർഹരായ എഴുത്തുകാർ, കൃതികൾ. ജ്ഞാനപീഠം നേടിയ മലയാളികൾ, അനുബന്ധ വസ്തുതകൾ. മലയാള സിനിമയുടെ ഉദ്ഭവം, വളർച്ച, നാഴികക്കല്ലുകൾ, പ്രധാന സംഭാവന നൽകിയവർ, മലയാള സിനിമയും ദേശീയ അവാർഡും. ഇനി സംസ്കാരത്തിലേക്ക് വരുമ്പം കേരളത്തിലെ പ്രധാന ആഘോഷങ്ങൾ, ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ, പ്രശസ്തമായ ഉത്സവങ്ങൾ. കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങൾ, ആരാധനാലയങ്ങൾ, സാംസ്കാരിക നായകർ, അവരുടെ സംഭാവനകൾ. ഇനി ഐ ടിക്ക് 3 മാർക്കാണ് വരുന്നത്. ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്നൊക്കെ തുടങ്ങിയിട്ട് അതിനെ നമ്മൾ 5 സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഹാർഡ്വെയറിൽ ഇൻപുട്ട് ഡിവൈസസ്, ഔട്ട്പുട്ട് ഡിവൈസസ്, മെമ്മറി ഡിവൈസസ് ആണ് പഠിക്കാനുള്ളത്. സോഫ്റ്റ്വെയറിൽ ക്ലാസിഫിക്കേഷൻ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, പോപ്പുലർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പാക്കേജസ്, ബേസിക്സ് ഓഫ് പ്രോഗ്രാമിംഗ്. ഇനി കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിൽ ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക് പഠിക്കണം, നെറ്റ്വർക്ക് ഡിവൈസസ് ഏതൊക്കെയാണെന്ന് പഠിക്കണം. ഇനി ഇന്റർനെറ്റിലേക്ക് വരുമ്പം സർവീസസ്, അതുപോലെ സോഷ്യൽ മീഡിയ, വെബ് ഡിസൈനിങ്, ഇ ഗവേണൻസ്. ഇനി സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസിൽ ടൈപ്പ് ഓഫ് ക്രൈംസ്, അതുപോലെ IT ആക്ട് ആൻഡ് അതർ ലോസ് പഠിക്കാനുണ്ട്. ഇനി സുപ്രധാന നിയമങ്ങൾ വരുമ്പം 5 മാർക്കാണ്. അതിൽ ഫസ്റ്റ് വൺ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, വിവരാവകാശ നിയമം. അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമേഴ്സ്, ഉപഭോക്തൃ സംരക്ഷണ നിയമം വരുന്നുണ്ട്. ലോ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് വൾണറബിൾ സെക്ഷൻ, അപ്പൊ ഈ വൾണറബിൾ സെക്ഷനിൽ SC/ST പ്രൊട്ടക്ഷൻ ലോ വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിനുവേണ്ട കമ്മീഷൻസ് വരുന്നുണ്ട്, SC/ST കമ്മീഷൻസ്. പിന്നെ മൈനോറിറ്റി കമ്മീഷനും അവർക്ക് വേണ്ട ലോസും പഠിക്കണം. ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനും, അതുപോലെ ഇതിന്റെയൊക്കെ നാഷണൽ ആൻഡ് സ്റ്റേറ്റ് ലെവൽ കമ്മീഷൻസും അതിന്റെ ഡീറ്റെയിൽസും പഠിച്ചിരിക്കണം കേട്ടോ. പിന്നെ പ്രൊട്ടക്ഷൻ ഓഫ് സീനിയർ സിറ്റിസൺ, മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണത്തിനെ പറ്റിയിട്ടും പഠിച്ചിരിക്കണം. ഇനി സേഫ് ഗാർഡിംഗ് ഓഫ് വിമൻ, ഇപ്പൊ പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ് ഗാർഡിംഗ് ഓഫ് വിമനിൽ പ്രത്യേകിച്ചും അവർക്കെതിരെയുള്ള ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് തുടങ്ങിയ ആക്ടുകളും നാഷണൽ കമ്മീഷനും സ്റ്റേറ്റ് കമ്മീഷനും അതിന്റെ ഡീറ്റെയിൽസും പഠിക്കണം. ഇനി പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ് ഗാർഡ് ഓഫ് ചിൽഡ്രൻ, അതിൽ പോക്സോ ആക്ട് ആണ് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് കേട്ടോ. ഇനി ആനുകാലിക വിഷയങ്ങളിലേക്ക് വരുമ്പം 20 മാർക്ക്, അതിന് കറണ്ട് അഫയേഴ്സിന് 20 മാർക്ക് വരുന്നുണ്ട്. അതിനുശേഷം ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും. അതിൽ ലഘുഗണിതത്തിന് 5 മാർക്കാണ്, മാത്സ്, ബേസിക് മാത്സ്. അപ്പൊ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ഭിന്നസംഖ്യകളും ദശാംശ സംഖ്യകളും ശതമാനം, ലാഭവും നഷ്ടവും, സാധാരണ പലിശയും കൂട്ടുപലിശയും, അംശബന്ധവും അനുപാതവും, സമയവും ദൂരവും, സമയവും പ്രവൃത്തിയും, ശരാശരി, കൃത്യംഗങ്ങൾ, ജാമിതീയ രൂപങ്ങളുടെ ചുറ്റളവ്, വിസ്തീർണം, വ്യാപ്തം തുടങ്ങിയവ, പ്രോഗ്രഷനുകൾ. ഇനി മാനസിക ശേഷിയും നിരീക്ഷണ പാഠവും, അപ്പം ലോജിക്കൽ റീസണിങ്ങും മെന്റൽ എബിലിറ്റിയും. അതിലെന്താണ് ശ്രേണികൾ, സംഖ്യാശ്രേണികൾ, അക്ഷരശ്രേണികൾ, ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള പ്രശ്നങ്ങൾ, സ്ഥാനനിർണയ പരിശോധന, സമാന ബന്ധങ്ങൾ, ഒറ്റയാനെ കണ്ടെത്തുക, സംഖ്യാവലോകന പ്രശ്നങ്ങൾ, കോഡിങ്ങും ഡീകോഡിങ്ങും, കുടുംബ ബന്ധങ്ങൾ, ദിശാവബോധം, ക്ലോക്കിലെ സമയവും കോണളവും, ക്ലോക്കിലെ സമയവും പ്രതിബിംബവും, കലണ്ടറും തീയതിയും, ക്ലറിക്കൽ ശേഷി പരിശോധിക്കുന്നതിനുള്ള ചോദ്യങ്ങൾ. അത്രയാണ് വരുന്നത്. ഇനി ജനറൽ ഇംഗ്ലീഷിന് 5 മാർക്കാണ് വരുന്നത്. അതിൽ ഇംഗ്ലീഷ് ഗ്രാമറിന് 5 മാർക്കും വൊക്കാബുലറിക്ക് 5 മാർക്കും, ജനറൽ ഇംഗ്ലീഷിന് 10 മാർക്കാണ് വരുന്നത്. ഇങ്ങനെ വൊക്കാബുലറിക്ക് 5ഉം ഇംഗ്ലീഷ് ഗ്രാമറിന് 5ഉം.
അതിൽ ഗ്രാമറിൽ ടൈപ്സ് ഓഫ് സെന്റൻസസ് ആൻഡ് ഇന്റർചേഞ്ച് ഓഫ് സെന്റൻസസ് വരുന്നുണ്ട്, ഡിഫറെന്റ് പാർട്സ് ഓഫ് സ്പീച്ച് വരുന്നുണ്ട്, അഗ്രിമെന്റ് ഓഫ് സബ്ജക്ട് ആൻഡ് വെർബ്, ആർട്ടിക്കിൾസ്, ഡെഫിനിറ്റ് ആൻഡ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ്, യൂസ് ഓഫ് പ്രൈമറി ആൻഡ് മോഡൽ ഓക്സിലറി വെർബ്സ്, ക്വസ്റ്റ്യൻ ടാഗ്സ്, ഇൻഫിനിറ്റീവ് ആൻഡ് gerunds, tenses and conditional sentences, prepositions, the use of correlatives, direct and indirect speech, active and passive voice, correction of sentences, degrees of comparisons. ഇത്രയാണ് വരുന്നത്. ഇനി വൊക്കാബുലറിയിൽ സിംഗുലർ ആൻഡ് പ്ലൂറൽ, ചേഞ്ച് ഓഫ് ജെൻഡർ, കളക്റ്റീവ് നൗൺസ്, word formation from other words and use of prefix or suffix, compound words, synonyms, antonyms, phrasal verbs, foreign words and phrases, one word substitutes, words often confused, spelling test, idiom and their meanings, expansion and meaning of common abbreviations. ഇനി പ്രാദേശിക ഭാഷകളിൽ നമുക്ക് മലയാളത്തിന് 10 മാർക്കാണ് വരുന്നത്. പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപ്പദം, പര്യായം, വിപരീത പദം, ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, സമാനപദം, ചേർത്തെഴുതുക, സ്ത്രീലിംഗം, പുല്ലിംഗം, വചനം, പിരിച്ചെഴുതൽ, ഘടകപദം, വാക്യം ചേർത്തെഴുതുക. ഇത്രയാണ് വരുന്നത് കേട്ടോ. ഇതാണ് ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് സിലബസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, ഈ പറഞ്ഞതിനപ്പുറത്തേക്ക് ഒരു പക്ഷെ നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷന് എന്താ പറയാ അതിന്റെ ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യൻസും ഒരുപക്ഷെ വരാം. അപ്പൊ അതുകൊണ്ട് ഇവര് ഡിസ്ക്ലെയിമർ കൊടുത്തിട്ടുണ്ട്, അങ്ങനെ ചില ക്വസ്റ്റ്യൻസ് നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ഈ പറഞ്ഞതിൽ നിന്നല്ലാതെ വരാം. അതുപോലെ തന്നെ ഇതിൽ കൊടുത്തിരിക്കുന്ന എല്ലാ ടോപ്പിക്സിൽ നിന്നും ചോദ്യം വരണമെന്നും ഇല്ല. അങ്ങനെ ഒരു ഡിസ്ക്ലെയിമറും കൂടെ സിലബസിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ബെറ്റർ സ്കോറിങ്ങിന് നമുക്ക് എങ്ങനെ പഠിക്കാം എന്നുള്ളത് നോക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് ഇവിടെ കൂടുതൽ വെയിറ്റേജ് ഉള്ള ഈ ഒരു ഏരിയ അല്ലെ, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഉണ്ട്. അപ്പൊ ഇതിന്റെ ഈ ഒരു 30 മാർക്ക് എങ്ങനെയായാലും മോസ്റ്റ്ലി സെക്യൂർ ചെയ്യാൻ നോക്കുക. പിന്നെ ഇപ്പം മലയാളം, ഇംഗ്ലീഷ് ഒക്കെ നല്ല ഡിഫിക്കൽട്ട് ആയിട്ട് വരുന്നുണ്ട്. സ്റ്റാൻഡേർഡ് ഓഫ് ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് അവർ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ 10ൽ 10 ഒക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുമോ മുമ്പത്തെ പോലെ എന്നുള്ളത് കുറച്ച് കൺഫ്യൂഷൻ ആണ്. പക്ഷെ എന്നാലും മാക്സിമം സ്കോർ ചെയ്യാൻ നോക്കുക മാത്സിലും ഇംഗ്ലീഷിലും മലയാളത്തിലും. പിന്നെ അതുപോലെ സയൻസ് നിങ്ങൾക്ക് ഒരു സ്ട്രോങ് സബ്ജക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രിക്ക് കൂടെ 6 12 മാർക്കാണ് വെയിറ്റേജ് വരുന്നത്. അപ്പൊ അത് നിങ്ങളുടെ ഒരു സ്ട്രോങ് ഏരിയ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു 12 മാർക്ക് കൂടെ കയ്യിൽ നിന്ന് പോവാതെ സ്കോർ ചെയ്യാൻ നോക്കുക. ഇനിയിപ്പോൾ അതല്ല, സോഷ്യൽ സയൻസ് സബ്ജക്റ്റുകളാണ് നമ്മുടെ സ്ട്രോങ് ഏരിയാസ് എന്നുണ്ടെങ്കിൽ ഇതിൽ ഏറ്റവും കുറവ്, അതായത് പെട്ടെന്ന് പഠിച്ചു തീരുന്ന ഒരു ഏരിയ ഇന്ത്യൻ ഭരണഘടനയാണെന്നാണ് നമുക്ക് സിലബസ് നോക്കിയപ്പോൾ മനസ്സിലായത്. അപ്പൊ അത് അത്ര വാസ്റ്റ് അല്ല അല്ലെ, മറ്റുള്ള ഇതിനേക്കാളും ഇപ്പം ചരിത്ര ഭൂമിശാസ്ത്രം എടുത്ത് നോക്കുന്നതിനേക്കാളും ഭരണഘടന അത്ര വാസ്റ്റ് അല്ല. അപ്പൊ ഭരണഘടനയും ധനതത്വശാസ്ത്രവും എക്കണോമിക്സും പെട്ടെന്ന് കവർ ചെയ്ത് കഴിയാൻ പറ്റും. അത് നന്നായി സ്കോർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു 10 മാർക്ക് നമുക്ക് കയ്യിലിരിക്കും. അങ്ങനെ നോക്കാം. പിന്നെ കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും ഒക്കെ എന്ന് പറയുമ്പോൾ കുറച്ച് വാസ്റ്റ് ആണ്, നല്ല വാസ്റ്റ് ആണ്. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ സ്ട്രാറ്റജൈസ് ചെയ്തിട്ട് പഠിക്കാൻ നോക്കുക കേട്ടോ. സോ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയാണ് നമ്മൾ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത്. ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട്സോ ക്ലിയറൻസസോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം വഴിയോ അല്ലെങ്കിൽ ഇമെയിൽ വഴിയോ ഒക്കെ നമ്മളെ കോൺടാക്ട് ചെയ്താൽ നിങ്ങളുടെ ക്വയറീസിന് നമ്മൾ ആൻസേഴ്സ് തരുന്നതായിരിക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഡീറ്റെയിൽസ്, പിന്നെ നമ്മൾ ക്ലാസ് എടുക്കുന്നതിന്റെ ഒക്കെ PDF നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ അത് അവൈലബിൾ ആണ്. നമ്മൾ സെൽഫ് സ്റ്റഡി ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ടെലഗ്രാം സ്റ്റഡി സർക്കിളും കൂടെ, ഹാബിറ്റസിന്റെ സ്റ്റഡി സർക്കിളും കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ടെലഗ്രാമിൽ കയറിയിട്ട് ഹാബിറ്റസ് സ്റ്റഡി സർക്കിൾ എന്നൊന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് നമ്മുടെ ആ ഗ്രൂപ്പ് കിട്ടും. അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മളിങ്ങനെ നമ്മൾ ഇതിൽ എടുക്കുന്ന PDFs ഒക്കെ അതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇത് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അതുപോലെ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടെ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഹാപ്പി ലേണിംഗ് വിത്ത് ഹാബിറ്റസ്.